വിശുദ്ധ ഖുർആൻ സൂറ ആലി ഇംറാനിലെ സ്വർഗാവകാശികൾ ആരാണ് എന്ന് വിശദീകരിക്കുന്നിടത്താണ് പറഞ്ഞത് അവർക്ക് തെറ്റായ ശീലങ്ങളില്ല. പറഞ്ഞത് ഇങ്ങനെയാണ്, വലം യസിറു അലാ മാ ഫഅലു. വലം യസിറു അലാ മാ ഫഅലു എന്ന് പറഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലായാലും പിന്നെ അവരത് ചെയ്യൂല എന്നാണ്. പിന്നെയും അത് ചെയ്താലാണ് അതിന്റെ പേരെന്ത്? ദുശീലം. അപ്പൊ തെറ്റായ ശീലങ്ങളില്ലാത്തവരാണ് സ്വർഗാവകാശികൾ എന്നാ പറയുന്നത്. എത്ര ആഴത്തിൽ വിശകലനം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനം മനസ്സാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരാൾ ഇങ്ങനെ വന്നു നിൽക്കുന്നു. റസൂലിന് മനസ്സിലായി അദ്ദേഹത്തിന് എന്തോ ചോദിക്കാനുണ്ട്. റസൂൽ ചോദിച്ചു, എന്താ ചോദിക്കാനുള്ളത്? എന്തോ ചോദിക്കാനുള്ളത് പോലെ ഉണ്ടല്ലോ മുഖം. അദ്ദേഹം പറഞ്ഞു, റസൂലെ എനിക്ക് ചോദിക്കാനുണ്ട്. എന്താണെന്നറിയോ റസൂലെ? എന്താണ് പുണ്യം, എന്താണ് പാപം എന്ന് ചോദിച്ചു. എത്ര വലിയ ചോദ്യമാണ്, എത്ര വിശദീകരിക്കപ്പെടണം. നമ്മളൊക്കെ ആണെങ്കിൽ എത്ര സമയം അതിനെക്കുറിച്ച് സംസാരിക്കുമല്ലേ? റസൂൽ ആകെ പറഞ്ഞത് എന്താണെന്നറിയോ? അത് നീ നിന്റെ കൽബിനോട് ചോദിക്കുന്നു. ഇസ്തഫ്തി ഖൽബക്. നീ നിന്നോട് ചോദിച്ചാൽ മതി. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിൽ സമാധാനമാണോ സന്തോഷമാണോ, എന്നാ നീ അത് ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ. അല്ല, ഒരു കാര്യം ചെയ്യുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു കുത്തനുഭവപ്പെടുന്നുണ്ടോ, മനസ്സിൽ വല്ലാത്തൊരു മനസ്സാക്ഷി കുത്തനുഭവപ്പെടുന്നുണ്ടോ, അത് തെറ്റായിപ്പോയി എന്നുള്ളൊരു ചിന്ത ഉണ്ടോ, ആളുകൾ കാണരുത് എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ, അതാണ് തെറ്റെന്ന് പറയുന്നത്. നമ്മൾ പറയൂലേ, ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് ചെയ്തു എന്ന് പറയൂലേ. എൻ്റെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് ശരിയാണെന്ന് തോന്നിയത് ഞാൻ ചെയ്തു എന്ന് പറയും. റസൂല് പറയാം, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. കാരണം എന്താണ്? മനസ്സാക്ഷി എപ്പോഴും ശരിയുടെ പക്ഷത്താണ്. നമ്മളെ ശരിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് ശരിയായ ഒന്നാണ്. ഒരു വടക്ക് നോക്കി യന്ത്രം എങ്ങനെ വെച്ചാലും വടക്കിലേക്ക് ദിശ കാണിക്കുന്നത് പോലെ നമ്മുടെ ഉള്ള് ശരിയിലേക്ക് ദിശ കാണിക്കണം. അതുകൊണ്ടാണ് ഇത് തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും അനുകൂലമായാലും ഒരാൾ മാത്രം നമുക്ക് അനുകൂലമാകില്ല. അതാരായിരിക്കും? നമ്മുടെ മനസ്സിൽ അത് വേണ്ടടാ എന്ന് പറയും. ആ മനസ്സാക്ഷി കുത്തുകൊണ്ട് മാത്രം എത്ര തെറ്റുകൾ വേണ്ടെന്ന് വെച്ച ആളുകളായിരിക്കും നമ്മൾ. എത്ര വലിയൊരു അനുഗ്രഹമാണതെന്ന് ആലോചിച്ചു. ആ മനസ്സാക്ഷി കുത്തു പോലും വകവെക്കാതെ ഒരാൾ ചെയ്യുന്ന കാര്യത്തിന്റെ പേരാണ് തെറ്റ്. അതുകൊണ്ടാണ് അംഫുസഹു എന്നൊക്കെ പറയുന്നത്, ലാലിമുള്ളി അംഫുസിഹി എന്നൊക്കെ പറയുന്നത്. അവനവനോട് അക്രമം ചെയ്യാന്ന് പറയുന്നത്. തെറ്റ് എന്നുള്ളതിന് ഖുർആൻ കൂടുതൽ പറഞ്ഞുള്ള ഒരു പ്രയോഗമാണ്. തെറ്റ് ചെയ്യാന്നല്ല പറഞ്ഞത്, പിന്നെയോ അവനവനോട് അക്രമം ചെയ്യാം. ലാലിമുള്ളി അംഫുസിഹി പല രീതിയിൽ അത് പ്രയോഗിച്ചിട്ടുണ്ട്. എന്തേ അവനവനോട് അക്രമം ചെയ്യാന്ന് പറഞ്ഞാല് അവനവന്റെ ശുദ്ധ പ്രകൃതിയോടാണ് ആക്രമണം ചെയ്യണത്. റസൂലിന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ ഓടി വരുന്നു. നമ്മൾ കേട്ട സംഭവമായിരുന്നു. ആ സ്ത്രീ ഉറക്കെ വിളിച്ചു പറയണത്, റസൂലെ എന്നെ ശുദ്ധീകരിക്കണമെന്നാണ്. തുഖിർനി യാ റസൂലല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണോ എന്താണ് കാര്യം? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഞാനിത് തെറ്റ് ചെയ്തു റസൂലെ, ഒരു അന്യ പുരുഷനുമായിട്ട് ശരീര സമ്പർക്കത്തിൽ പെട്ടുപോയി റസൂലെ, എന്നെ ശുദ്ധീകരിക്കണം. കാര്യം അതാണ്. റസൂൽ അതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ചു. ഒരു സ്പർശക്കല്ലേ ഉള്ളൂ, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, ശിക്ഷ വേണ്ട. സ്ത്രീ വിട്ടില്ല. റസൂലിനോട് പിന്നെ അവർ പറയണം, അല്ല റസൂലെ ശിക്ഷ വേണം. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? റസൂൽ അങ്ങനെ പറയും. കാരണം റസൂൽ അത് കണ്ടിട്ടില്ല. എൻ്റെ ഭർത്താവ് കണ്ടിട്ടില്ല, എൻ്റെ ഉമ്മയോ എൻ്റെ ഉപ്പയോ എൻ്റെ മക്കളോ, ഈ ലോകത്ത് ഞാനും അയാളുമല്ലാതെ വേറൊരു മനുഷ്യനും അത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെ റസൂല് ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു അള്ളാഹുവില്ലേ, ആ അള്ളാഹു കണ്ടിട്ടുണ്ട്. ഇതായിരുന്നു അവരുടെ മറുപടി. ശിക്ഷ ഏറ്റുവാങ്ങണവർ, ശിക്ഷ നടപ്പിലാക്കുന്നു. കല്ലെറിഞ്ഞ് കൊല്ലുക എന്നതാണ് ഇസ്ലാമിന്റെ ക്രിമിനൽ നിയമം. ഒരു കല്ല് അവരുടെ ശരീരത്തിൽ തട്ടിയിട്ട് ചെറിയൊരു ചോരത്തുള്ളി അലി റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രത്തിൽ വന്ന് പതിച്ചു എന്ന് പറയുന്നു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ എന്തോ ഒരു ശാപവാക്ക് കൊണ്ട് ആക്ഷേപിച്ചു. ഇത് കേട്ടു സ്നേഹത്തിന്റെ മഹാസാഗരം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യപ്പെട്ടു. അലി അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ലോകത്ത് ചെയ്ത ഒരു തെറ്റിന് ഈ ലോകത്തിൽ നിന്ന് തന്നെ ശിക്ഷ ഏറ്റുവാങ്ങുന്നൊരു സ്ത്രീയാണത്. അവർക്ക് അള്ളാഹിന്റെ അടുത്ത് ശിക്ഷ ഇല്ലല്ലേ.
ശിക്ഷ ഇവിടെ നിന്ന് ഏറ്റുവാങ്ങിയിട്ട് പരിതപിച്ച് പശ്ചാത്തപിച്ച് ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവളാണ് അവൾ. ആ സ്ത്രീ ചെയ്തൊരു തൗബയുണ്ടല്ലോ, മക്കയിലും മദീനയിലുമുള്ള എല്ലാ മനുഷ്യന്മാർക്ക് വിതരണം ചെയ്താലും പിന്നെയും അത് ബാക്കി ഉണ്ടാകും അലി. ആ സ്ത്രീക്ക് വേണ്ടി അവിടെ നിന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിഞ്ഞു പോയത് എന്ന് ആ ചരിത്രം പൂർത്തീകരിക്കുന്നു. ഒരു പോലീസിനെയും അവർ പേടിച്ചില്ല, ഒരു പട്ടാളത്തെയും പേടിച്ചില്ല. പിന്നെ പേടിച്ചതാരെയാണ്? കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു അള്ളാഹുവിനെ കുറിച്ചുള്ള ഉൾഭയം കൊണ്ട് കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ പോലും നിയന്ത്രിക്കപ്പെടുന്നു. ഇതിനേക്കാൾ വലിയൊരു മഹാത്ഭുതം മറ്റൊന്നുണ്ടോ? അതുകൊണ്ടല്ലേ അള്ളാഹുവിനെ അദൃശ്യമായി ഭയക്കുന്നവർ എന്ന് പ്രത്യേകമായി ഖുർആൻ എടുത്തു പറയണേ. നേരത്തെ ഇവിടെ ഓതി വെച്ചല്ലോ. അത് ഒരു ചിത്രമില്ല, ഒരു ശില്പമല്ല, സങ്കല്പിക്കാനൊരു രൂപം പോലും ഇല്ല. എന്നിട്ടും അവർ അള്ളാഹനെ പേടിക്കുന്നു. അവരുടെ വാക്കുകളിൽ, അവരുടെ നോക്കുകളിൽ, അവരുടെ ബന്ധങ്ങളിൽ, അവരുടെ കർമ്മങ്ങളിൽ അവരുടെ ഉള്ളിലൊരു ഭയമുണ്ട്. അത് അള്ളാഹു. ഒരു ചിത്രം അവരുടെ കയ്യിലില്ല, ഒരു രൂപവും സങ്കല്പിക്കുവാനില്ല. എന്നിട്ടും അവർ പേടിക്കുന്നു ആ അള്ളാഹുവിനെ. ഇതാണ് ഖുർആൻ അവർക്ക് പറഞ്ഞു കൊടുത്തത്. മാറുകയായിരുന്നു. അവരുടെ ഉള്ളു മാറിയപ്പോൾ അവരുടെ പുറത്തും മാറി. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് സംസ്കരണ പ്രക്രിയ വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത്. പുറത്തുള്ള ഏതാനും പ്രവർത്തനങ്ങളല്ല, ഉള്ളിലായിരുന്നു. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അടിമത്തങ്ങളെയൊക്കെ ഇല്ലാതെയാക്കി. പലതരത്തിലുള്ള അഭിനിവേശങ്ങളുണ്ടായിരുന്നു. ആ അഭിനിവേശങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. അവരെ ശുദ്ധമായൊരു പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതൊരു വല്ലാത്ത തിരിഞ്ഞു നടത്തം തന്നെയായിരുന്നു. ക്രിമിനൽ സൈക്കോളജി പഠിച്ച ആളുകളുണ്ട് ലോകത്ത്. അവർക്കൊരാളെ കണ്ടാൽ അറിയാം അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന്. അയാളോട് ചോദിക്കുന്നുണ്ട്, നീ അത് ചെയ്തിട്ടുണ്ടോ? അയാൾ പറയും ഇല്ല എന്ന് പറയും. പക്ഷെ അയാളുടെ കണ്ണുകൾ പറയും, അയാളുടെ കവിളുകൾ പറയും, അയാളുടെ ചുണ്ടുകൾ പറയും അയാൾ ചെയ്തിട്ടുണ്ട് എന്ന്. അയാളുടെ മുഖത്ത്, അയാളുടെ ശരീരത്തിൽ ചില രാസമാറ്റങ്ങൾ നടക്കും. അതെന്തുണ്ട്? നമ്മുടെ ശരീരം തെറ്റിനെതിരായതുകൊണ്ട്. ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം വിറക്കണില്ല, നമ്മുടെ ശരീരം തണുക്കണില്ല. എന്നൊരു തെറ്റ് ചെയ്യുമ്പോഴോ നമ്മുടെ ശരീരം വിറക്കണില്ലേ? വേണ്ടാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തൊക്കെയോ രാസമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളൊരു വയലേഷനാണ് എല്ലാ പാപങ്ങളും. ഒന്നുകിൽ അവനവനോടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരോടാണ്. ഏത് ഒരു പാപവും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വയലേഷൻ ആയിരിക്കും. അതുകൊണ്ട് മനസ്സ് ഏറ്റവും പ്രധാനമായി നമ്മൾ ശുശ്രൂഷിക്കേണ്ട ഒന്നാണ്. ഒരു ചെറിയ കുട്ടിയെ എങ്ങനെയാണ് നോക്കുക? കാരണം ഒരു കുട്ടിക്ക് ഒന്നും അറിയില്ല. തീയിലേക്ക് പോകുന്നു, വെള്ളത്തിലേക്ക് പോകുന്നു, അപകടങ്ങളിലേക്ക് പോകുന്നു. ഏതിലേക്കും പോകുന്ന ഒന്നാണ് ഒരു ചെറിയ കുട്ടി എന്ന് പറയുന്നത്. അതേപോലെ എന്തിലേക്കും പോകുന്ന വൾണറബിൾ ആയ ഒന്നിന്റെ പേരാണ് മനസ്സ്. എത്ര പെട്ടെന്നാണ് ചാഞ്ചല്യങ്ങൾ വരുന്നത്. ഒരൊറ്റ മെസ്സേജ് മതിയാവും നമ്മുടെ ചിന്തകളാകെ മറ്റൊന്നായി മാറും. ഒരൊറ്റ മെസ്സേജ് മതി, ഒരു ചിത്രം മതിയാവും, നമ്മൾ മറ്റൊരാളായി മാറുന്നു. അതാണ് മനസ്സിന്റെ ശൈശവം. നമുക്ക് അള്ളാഹു കണ്ണ് തന്നിട്ടുണ്ട്. കണ്ണിന് അള്ളാഹു കൊടുത്ത ജോലി എന്താണ്? കാണുക എന്നാണ്. കണ്ണെന്തും കാണും. എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് കണ്ണല്ല. എന്ത് കേൾക്കണമെന്ന് ചെവി തീരുമാനിക്കണില്ല. എന്ത് പറയണമെന്ന് നാവ് തീരുമാനിക്കണില്ല. അതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? മനസ്സാണ്. മനസ്സാണ് പ്രധാനം. കഠോപനിഷത്തിലെ 3-ാം വല്ലിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. വളരെ മികച്ച ഒരു ഉപമയായി തോന്നിയത്. ശരീരം എന്ന് പറയുന്നത് ഒരു രഥമാണ്, ഒരു വാഹനമാണ്. അതിലെ സഞ്ചാരിയാണ് ആത്മാവ്. അതിന്റെ സാരഥിയാണ് ബുദ്ധി. ഡ്രൈവ് ചെയ്യുന്നത് ബുദ്ധിയാണ്. പിടിച്ചിരിക്കുന്ന കടിഞ്ഞാൺ എന്താണ്? മനസ്സാണ്. മുന്നിൽ കെട്ടിയിരിക്കുന്ന കുതിരകൾ എന്താണ്? ഇന്ദ്രിയങ്ങളാണ്. ഈ ബുദ്ധിയാകുന്ന ഡ്രൈവർ മനസ്സാകുന്ന കടിഞ്ഞാണിനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ അവർക്ക് ആവശ്യമുള്ളതൊക്കെ പോകും. 5 പക്ഷികളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. കലവില കൂട്ടുന്ന 5 പക്ഷികൾ. അതേപോലെയാണ് നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ. നല്ല മാങ്ങ പഴുത്ത് നിൽക്കുന്നു, പക്ഷികൾ ഒന്നായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു. മുഴുവനായി കഴിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. അവർ കലവില കൂട്ടുന്നു.
അതൊക്കെ അവശിഷ്ടങ്ങളായി മാറുന്നവർ പറന്നു പോകുന്നു. ഒന്നും മുഴുവനായിട്ട് ചെയ്യുന്നില്ല, എല്ലാത്തിലേക്കും പോകുന്നു, എല്ലാത്തിൽ നിന്നും പിന്മാറുന്നു. ഇങ്ങനെ നിരന്തരമായി തിന്മകളിലേക്ക്, വിഷയാസക്തികളിലേക്ക്, മോഹങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന മനസ്സിന്റെ ശൈശവത്തെ ഒരാൾക്ക് നിയന്ത്രിക്കാനായാൽ അയാൾ തികഞ്ഞൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തി. അതാണ് സ്പിരിച്വാലിറ്റി എന്നത്. കാരണം എല്ലാം മനസ്സിന്റെ ഉള്ളിലാണ്. ഒരാൾ നിയന്ത്രിക്കപ്പെടുന്നത് അവിടെയാണ്. ഒരാളുടെ നന്മകൾ അവിടെയാണ്, എല്ലാ മൂല്യങ്ങളും അവിടെയാണ്, ശരികൾ അവിടെയാണ്, തെറ്റുകൾ അവിടെ തന്നെയാണ്. ഒരാളെ എല്ലാത്തിലേക്കും കൊണ്ടുപോകുന്ന ആ അവസ്ഥയെ ഒരാൾക്ക് നിയന്ത്രിക്കാനാവുമ്പോൾ ഒരാൾ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നു. തസ്കിയത്ത് എന്ന പദത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള ആശയം അതാണ്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഏതൊരു പ്രവാചകനെ കുറിച്ച് പറയുമ്പോഴും ഖുർആൻ പറയുന്നതാണ് അവരുടെ നിയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തസ്കിയത്തിന്റെ പ്രയോഗമാണ്. എന്താണ് തസ്കിയത്ത്? തസ്കിയത്ത് ഒരേ സമയം ആത്മശുദ്ധിയാണ്, അതേസമയം ആത്മീയമായ വളർച്ചയുമാണ്. എല്ലാ തരത്തിലുള്ള വളർച്ച ഒരാൾക്ക് ഉണ്ടാവണം, ഒരാളുടെ ഉള്ള് ക്ലിയർ ആകുമ്പോൾ. അതാണ് തസ്കിയത്ത്. എല്ലാ തരത്തിലുമുള്ള ആത്മശുദ്ധി കൈവരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറേബ്യയിലേക്ക് പ്രവാചകരായി നിയോഗിക്കുമ്പോൾ അറേബ്യ മാത്രമല്ല ലോകത്തുള്ളത്, ഒരുപാട് രാജ്യങ്ങളുണ്ട്. ചൈനയുണ്ട്, പേർഷ്യയുണ്ട്, റോമുണ്ട്, ഇന്ത്യയുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ ആ കാലത്തുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങളിലേക്കൊന്നുമല്ല അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു പറഞ്ഞയച്ചത്. പിന്നെ എങ്ങോട്ടാണ്? അറേബ്യയിലേക്കാണ്. ചൈനയിൽ അന്ന് സിസേറിയൻ ഓപ്പറേഷൻ വരെ ഉണ്ടെന്ന് പറയുന്നു. സീസർ എന്ന രാജാവ് അങ്ങനെ ജനിച്ചത് കൊണ്ടാണ് അതിന് സിസേറിയൻ എന്ന് പേര് കിട്ടിയത്. ഇന്ത്യയില് BC 5-ാം നൂറ്റാണ്ടില് ശുശ്രുതന്റെ കാലത്ത് ശസ്ത്രക്രിയ ഉണ്ട്. എത്ര കാലം മുമ്പാണ്? അത്ര വലിയ വൈദ്യശാസ്ത്രത്തിൽ പുരോഗതിയുള്ള നാടുകളുണ്ട്. നാഗരികമായി, വൈജ്ഞാനികമായി, സൈനികമായി ഒക്കെ വികാസം സിദ്ധിച്ച നാടുകൾ ആ കാലത്തുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നുമല്ല അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു പറഞ്ഞയക്കുന്നത്. പിന്നെ ഇങ്ങോട്ടാണ്? അറേബ്യയിലേക്കാണ്. അറേബ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ മരുഭൂമിയാണ്. പിന്നെയോ മരുഭൂമി പോലെ പരന്നു കിടക്കുന്ന കുറേ, വരണ്ട് കിടക്കുന്ന കുറേ മനസ്സുകളുമാണ്. ഇവിടെ നനവില്ലായിരുന്നു. നമ്മൾ അങ്ങാടിയിൽ പോയിട്ടൊരു കോഴിയെ വാങ്ങിക്കൊണ്ട് അതിനെ അറുക്കുമ്പോൾ ഒരാൾ നമ്മളോട് അത് ചെയ്യരുതെന്ന് പറയൂല. കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന കോഴിയാണ്. ഇതുപോലെ എനിക്കുണ്ടായൊരു പെൺകുട്ടിയെ ഞാൻ ജീവനോടുകൂടി കുഴിച്ചു മൂടുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറയാൻ നിയമം ഉണ്ടായിരുന്നില്ല. ഒരാളും വന്നിട്ട് കൈപിടിക്കൂലായിരുന്നു. കാരണം നിയമങ്ങളില്ല. നീതിയോ നിയമമോ ഇല്ലാതിരുന്ന ആ കാട്ടറബി കൂട്ടത്തിന് നിയമം കൊടുക്കുകയായിരുന്നു. പിന്നീട് അവർ നിയമം പാലിക്കുന്ന ഖലീഫമാർ വരെ ആയി എന്നതാണ് ഖുർആന് കൊണ്ടുണ്ടായ മാറ്റത്തിന്റെ ചരിത്രം. അപ്പോ അവരുടെ ഉള്ളിൽ നടത്തിയിട്ടുള്ള ഈ സംസ്കരണ പ്രക്രിയയാണ് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ സംഭവിക്കേണ്ടത്. അത് നമ്മുടെ വിചാരങ്ങളിൽ ഇടപെടുന്നു, നമ്മുടെ ബന്ധങ്ങളിൽ ഇടപെടുന്നു, നമ്മുടെ കർമ്മങ്ങളിൽ ഇടപെടുന്നു, നമ്മുടെ ശീലങ്ങളിൽ ഇടപെടുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു പറയുന്ന ഒരു പേരുണ്ട്. അള്ളാഹു വിളിക്കുന്ന ഒരു അപരാഭിധാനമുണ്ട്. അതെന്താണ്? ഖലീലുല്ലാ എന്നാണ്. അള്ളാഹിന്റെ ചങ്ങാതി എന്നാണ് അതിന്റെ അർത്ഥം. ഒരായുസ്സിന് അള്ളാഹു കൊടുത്ത മാർക്കാണത്. വെറുതെ കിട്ടൂലല്ലോ. ഒരായുസ്സിന്, പ്രവാചകനാണ്, ഒരായുസ്സിന് അള്ളാഹു കൊടുത്ത മാർക്കാണ് ഖലീലുള്ള. നമ്മുടെ മാർക്ക് എന്തായിരിക്കും? പറയുന്ന ആളും കേൾക്കുന്ന ആളുകളും എപ്പോഴും നമ്മുടെ ഉള്ളിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. അതേ ചോദ്യമാണ് അള്ളാഹു നമ്മോട് പറഞ്ഞത്, നമ്മോട് ഉയർത്തിയത്. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. അർത്ഥം പറയേണ്ടതില്ലാത്ത വിധം നമുക്ക് പരിചിതമാണ് ആ വചനം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായി രുചിച്ചത് ഒരു തുള്ളി മുലപ്പാലായിരുന്നു. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ഒരു ദിവസം പോകും. ആ പോകുന്ന ദിവസം അവസാനമായി നമ്മൾ രുചിക്കുന്നത് ഒരു തുള്ളി വെള്ളവുമാണ്. മുലപ്പാൽ എന്ന തുള്ളിക്കും ആ ജീവജലമാകുന്ന തുള്ളിക്കുമിടയിലുള്ള ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ പേരാണ് നമ്മുടെ ജീവിതം. 10-30,000 ദിവസങ്ങളുടെ ഒരു കേസുകെട്ടാണ്. അത്രയേ ഉള്ളൂ. എണ്ണി നോക്കിയാൽ തീരാവുന്ന അത്രയും ചെറുതാണ്.
ജനനമെന്ന വാതിലിലൂടെ വന്ന് മരണമെന്ന മറ്റൊരു വാതിലിലൂടെ തിരിച്ചു പോകുന്നതിന് മുമ്പുള്ള കുറച്ച് ശ്വാസമാണ്. ശരി, പക്ഷെ ഈ ആയുസ്സിനെ മനോഹരമാക്കി നിലനിർത്തുന്നത് എന്താണ്? ചെറുതാണ്, പക്ഷെ ഇതിനെ വലുതാക്കുന്നത് എന്താണ്? നമ്മുടെ കർമ്മങ്ങളാണ്, അല്ലാതെ മറ്റെന്താണ്? ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത കർമ്മങ്ങളല്ലേ? നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത കർമ്മങ്ങളല്ലേ? അല്ലാതെ എന്താണ്? അപ്പൊ ചെറിയൊരു ആയുസ്സിനെ വലിയൊരു ആയുസ്സാക്കി മാറ്റുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. ഉമ്മയുടെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ളതൊക്കെ പാലാണ്. അവൻ എന്തിനും പോയിട്ട് തൊടും, തീയിൽ പോയിട്ട് തൊടും. കാരണം അവൻ വിചാരിക്കുന്നത് പാല് പോലെ എന്തോ ആണെന്നാണ്. അവനെല്ലാം പാലായിട്ടാണ് തോന്നുന്നത്. കുറച്ച് പ്രായം കഴിഞ്ഞ് കളികൾ തുടങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിചാരിക്കുന്നത് എല്ലാം കളിക്കോപ്പുകളാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കിൽ അവൻ പോയിട്ട് പിടിക്കണം. അവൻ വിചാരിച്ചത് കളിക്കോപ്പാണ് എന്നാണ്. പക്ഷെ അവന് മനസ്സിലായി അത് തീയാണ് എന്നും ചൂടാണ് എന്നും അപകടമാണ് എന്നും. ആയുസ് പെരുകുമ്പോൾ അറിവും പെരുകുന്നു. ആ കുട്ടി വളരുന്നതിനനുസരിച്ച് അവന്റെ അറിവുകളും അവന്റെ അവബോധങ്ങളും വളരുന്നുണ്ട്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നിട്ട് വരുമ്പോഴുള്ള ശുദ്ധി പതുക്കെ പതുക്കെ ഇല്ലാതെയാകുന്നത് അങ്ങനെയാണ്. ശരിയും തെറ്റും അറിയാത്തൊരു കാലത്ത് നമ്മൾ ശരി മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ ശരിയും തെറ്റും അറിഞ്ഞു തുടങ്ങുന്ന കാലം മുതൽ നമ്മൾ ശരിയും തെറ്റും ചെയ്യാൻ തുടങ്ങുന്നു. ഇത് മനുഷ്യായുസ്സിന്റെ വളരെ വിസ്മയകരമായൊരു കാര്യമാണ്. മൂല്യങ്ങളിലേക്ക്, ശരികളിലേക്ക്, ഉള്ളിലെ നന്മയിലേക്ക് ദീന് നമ്മളെ ക്ഷണിക്കുന്നു. ഏത് യാത്രയെക്കാളും പ്രധാനമാണ് അവനവനിലേക്കുള്ള യാത്രയെന്ന് ഏറ്റവും മനോഹരമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ആ ജീവിതം തന്നെയാണ് അവനവനിലേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും മനോഹരമായ ഉദാഹരണം. ആരായിരുന്നു ഉമർ എന്ന് പറയേണ്ട കാര്യമില്ല, പക്ഷെ ആരായിത്തീർന്നു ഉമർ എന്ന് പിന്നെയും പിന്നെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം എന്താണെന്നറിയോ? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഹാബിമാരായ ഉമ്മമാർ, സഹാബികളായ ഉമ്മമാർ മക്കൾക്ക് ഖുർആനും ഹദീസും പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഉമറിനെ കുറിച്ചും അബൂബക്കറിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഖുർആനും ഹദീസും പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഉമറിനെ കുറിച്ചും അബൂബക്കറിനെ കുറിച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്തുകൊണ്ട്? അത്രയും ഉണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നൊരു സംഭവമുണ്ട്. ഒരു മനുഷ്യന്റെ മാറ്റമാണ്. ആശയങ്ങൾ, ആദർശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പുസ്തകങ്ങളിൽ കിടക്കുന്ന കാര്യമാണ്. പക്ഷെ അത് മനുഷ്യനെ സ്വാധീനിക്കണം. ആ മനുഷ്യൻ മാറുന്നു. അയാളുടെ ഉള്ളും പുറവും മാറുന്നു. അയാളുടെ വാക്കും കർമ്മങ്ങളും വിചാരങ്ങളും ശുദ്ധീകരിക്കപ്പെടുന്നു. അയാൾ മറ്റൊരാളായി മാറുന്നു. മറ്റൊരു ജീവിതം സാധ്യമാണ് എന്ന് പിന്നീടുള്ള ആയുസ് കൊണ്ട് അദ്ദേഹം തെളിയിക്കുന്നു. അല്ലെ? മറ്റൊരു ജീവിതവും സാധ്യമാണ് എന്ന് പിന്നീടുള്ള ആയുസ് കൊണ്ട് തെളിയിക്കുന്നു. അതല്ലേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നത്? പാതിരാവുകളെ 3 തിരിച്ചിരുന്നു എന്ന്. കുറച്ച് സമയം ഉറങ്ങും, പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കും, പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. നാടറിയാൻ, നാടിനെ അറിയാൻ, പ്രശ്നങ്ങളെ അറിയാൻ പകൽ അദ്ദേഹത്തിന് സമയമല്ല. അത്രയും വിസ്തൃതമായ ഒരു സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് അദ്ദേഹം. അദ്ദേഹം ആ ഇറങ്ങുമ്പോൾ കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട്, നടക്കാൻ വേണ്ടിയിട്ട് സഹാബികൾ മത്സരിച്ചിരുന്നു എന്നാണ്. കാരണം എന്താണെന്നറിയോ? ജീവിതാനുഭവങ്ങളുടെ കരുത്ത് പകരുന്ന യാത്രയായിരുന്നു അത്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് അസ്ലം റളിയല്ലാഹു അൻഹു. അവർ രണ്ടുപേരും ഇങ്ങനെ രാത്രി നടക്കുന്നു. കുറച്ച് ദൂരെ ഒരു ചെറിയ വെളിച്ചം കാണുന്നു, ഒരു കുടിൽ. അസ്സലാമു അലൈക്കും, സലാം അടക്കുന്നില്ല. പിന്നെയും സലാം ആവർത്തിച്ചു. 3-ാമത്തെ തവണ സലാം പറഞ്ഞപ്പോഴാണ് സലാം അടക്കിയിട്ടൊരു ഉമ്മ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ആ ഉമ്മ കരയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി അവർ കരയുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് ഉമ്മ കരയുന്നത്? അവർ മറുപടി പറയണില്ലേ. പിന്നെയും പിന്നെയും അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മക്കൾ കരയുന്നത് കൊണ്ട് കരയാണ്. എന്തിനാ മക്കൾ കരയുന്നത്? മക്കൾ കരയണ വിശന്നിട്ടാണ്. വിശന്നിട്ടോ? അപ്പൊ ഇവിടെ ഭക്ഷണമൊന്നുമില്ലേ ഉമ്മ? ഇല്ല, ഭക്ഷണമില്ല. ഇന്നൊന്നും കഴിച്ചിട്ടില്ല ഉമ്മയുടെ മക്കള്? ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല. അവര് കരഞ്ഞുറങ്ങി. അവരുറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനും കരയാൻ തുടങ്ങി. ഇത് കേട്ടപാട് കൂടെയുണ്ടായിരുന്ന സ്വഹാബി അവിടെ നിർത്തിയിട്ട്
ആ നാടിൻ്റെ ഭരണാധികാരി വീട്ടിലേക്ക് തിരിച്ചുപോയി. കുറച്ച് ആട്ടപ്പൊടിയും ചപ്പാത്തി ചുടുന്ന കല്ലും കുറച്ച് നെയ്യും എടുത്തിട്ട് വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, ഇനി എങ്ങോട്ടാണ് പിന്നെയും പോണത്? അപ്പൊ നിങ്ങൾ മടങ്ങി വന്നല്ലേ, ഇനിയും പോവാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പോവാണ്. ഇങ്ങനെ ഒരു ഉമ്മയെ കണ്ടിട്ടുണ്ട് ഞാൻ, ഇത്രയും സമയമായിട്ട് അവരൊന്നും കഴിച്ചിട്ടില്ല, അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ. നീ എൻ്റെ കൂടെ വരുന്നോ, സ്വർഗം കിട്ടും എന്ന് പറഞ്ഞു. നീ എൻ്റെ കൂടെ വരുന്നോ, സ്വർഗം കിട്ടും. നീ ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോ. സ്വർഗമെന്ന് കേട്ടതോടുകൂടി പ്രിയങ്കരിയായ പ്രിയതമ ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങുന്നു. അവർ രണ്ടുപേരും ആ ഉമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നു. ആ ഉമ്മയുടെ കുറച്ച് സമയം അടുക്കളയിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്നു. ആ നാടിൻ്റെ ഭരണാധികാരിയും ഭരണാധികാരിയുടെ ഭാര്യയും ആ അടുക്കളയിലേക്ക് കയറിയിട്ട് ചപ്പാത്തി ചുട്ട് നെയ്യ് പുരട്ടി ആ പാവ ഉമ്മയ്ക്കും പിഞ്ചു മക്കൾക്കും അത് വിളമ്പിക്കൊടുത്ത് ആർത്തിയുടെ ആനന്ദത്തോടെ അത് കഴിക്കുന്നത് കണ്ട് തിരിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്നാമതായി പറഞ്ഞു, ഞാൻ ഈ ചെയ്തു തന്ന കാര്യം നിങ്ങളൊരാളോട് പറയരുത് കേട്ടോ, എനിക്കത് പൊരുത്തല്ലാത്ത കാര്യമാണ്. രണ്ടാമതായി പറഞ്ഞു, ഞാൻ ഈ ചെയ്തു തന്ന കാര്യം നിങ്ങളൊരാളോട് പറയണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയണം, അവനോട് പറയണം. കാരണം ഒരുപാട് തെറ്റ് ചെയ്ത ഒരാളാണ് ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന ഈ സഹോദരൻ എന്ന് പറഞ്ഞ ആ വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുമ്പോൾ ആ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയണേ, നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഈ നാടിൻ്റെ ഭരണാധികാരികളാകേണ്ടത്. ആ നാടിൻ്റെ ഭരണാധികാരി തന്നെയാണ് പാതിരാവിൽ ആ വീട്ടിലേക്ക് കയറി വന്ന് ചപ്പാത്തി ചുട്ട് തിരിച്ചു പോകുന്നത് എന്ന് ആ ഉമ്മക്ക് മനസ്സിലായിട്ടില്ല. പരിചയപ്പെടുത്താൻ നിന്നില്ല ഉമർ. അടുത്ത സാധുവിനെ തേടി പോവുകയായിരുന്നു ആ ജീവിതം. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു, പേരക്കുട്ടി. അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി. പേരക്കുട്ടിയുടെ പേര് അലി എന്ന് തന്നെയാണ്. പക്ഷെ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചത് സജ്ജാദ് എന്നായിരുന്നു, സൈനുൽ ആബിദീൻ എന്നായിരുന്നു. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അപരനാമങ്ങൾ. അത്രയും ഇബാദത്തുകളിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹം മരിച്ചു. മരിച്ച ദിവസം അദ്ദേഹത്തിന് മയ്യത്ത് കുളിപ്പിക്കണം, ഭാര്യയും മക്കളും. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുതുകിൽ ഒരു ചെറിയ തഴമ്പ് കാണുന്നത്. വലിയ തഴമ്പൊന്നുമല്ല, എന്തോ ഏറ്റിയത് പോലുള്ള ഒരു തഴമ്പാണ്. അദ്ദേഹത്തിനൊന്നും ഏറ്റേണ്ടി വന്നിട്ടില്ല. ഒരു കച്ചവടമാണ് അദ്ദേഹത്തിന്, ജോലിക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് പിന്നെ ഏറ്റിയത്? വാപ്പ. ഉമ്മക്കറിയില്ല. ഉമ്മ മക്കളോട് ചോദിച്ചു, മക്കൾക്ക് അറിയില്ല, ആർക്കും അറിയില്ല, ആ നാട്ടിൽ ആർക്കും അറിയില്ല. അദ്ദേഹത്തെ മറവ് ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആ നാടിന്റെ അടുത്തുള്ള സമീപത്തുള്ള ഒരു ചെറിയ ചേരി പ്രദേശം പോലെ 10-ൽ താഴെ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയ ഏരിയ. അവിടുന്ന് ആളുകൾ വന്നിട്ട് യാചിക്കാൻ തുടങ്ങുന്നു, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഞങ്ങളെ സഹായിക്കണമെന്ന്. അപ്പൊ ഇവർ ചോദിച്ചു, ഇത്രയും കാലം നിങ്ങൾക്ക് ആരാണ് ഭക്ഷണം തന്നത്? അപ്പൊ അവര് പറഞ്ഞു, എല്ലാ ശനിയാഴ്ചയും രാത്രി ഞങ്ങളുടെ വീടിന്റെ പടിക്കല് ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം എത്താറുണ്ട്. അതാരായിരുന്നു കൊണ്ടുവന്ന് വെക്കാറുള്ളത്? അവർക്കറിയില്ല അതാരായിരുന്നു. ഒരിക്കൽ പോലും മുഖം കാണിച്ച് തന്നിട്ടില്ല മനുഷ്യൻ. കുറച്ച് ദിവസമായിട്ട് വരാറില്ല എന്ന് പറഞ്ഞു. ആ തഴമ്പിരുന്നത് ഓർക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ എപ്പോഴും മറച്ചു വെക്കുന്നത് നമ്മുടെ തിന്മകളായിരിക്കും. വലിയ വലിയ മനുഷ്യന്മാര് മറച്ചു വെച്ചിരുന്നത് അവരുടെ നന്മകളായിരുന്നു. ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്. ഒരു നന്മ ചെയ്യുമ്പോൾ ഭാര്യ അറിയരുത്, മക്കൾ അറിയരുത് എന്നല്ല റസൂല് പറഞ്ഞത്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്നാണ്. ഭാര്യ അറിയരുത്, മക്കൾ അറിയരുത്, നാട്ടുകാരറിയരുത് എന്നല്ല. എത്ര കാവ്യാത്മകമാണ് ആ പ്രയോഗം എന്നാലോചിച്ച് നോക്കൂ. വലം കൈ ചെയ്യണത് ഇടം കൈ അറിയരുത്. ശരി, ഇങ്ങനെ അവനവന്റെ കേടുകൾ തേടിയുള്ള ഒരു യാത്രയുണ്ട്. ആ യാത്രയ്ക്ക് വേണ്ടി എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ അത്രയും ഊക്കിലും ഉണർവിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. സ്വയം വിലയിരുത്താത്ത ജീവിതം ജീവിതയോഗ്യമല്ല എന്ന് പറഞ്ഞത് സോക്രട്ടീസാണ്. ആൻ അൺഎക്സാമിൻഡ് ലൈഫ് ഇസ് നോട്ട് വർത്തി ലിവിങ്. സ്വയം വിലയിരുത്താത്തൊരു ജീവിതം അത് ജീവിതയോഗ്യമല്ല. അവനവന്റെ കേടുകൾ തേടി ഒരാള് സഞ്ചരിക്കുന്നില്ലെങ്കിൽ അയാൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടും കാര്യമില്ല. ലോകം മുഴുവനും കീഴടക്കുന്നതിനേക്കാൾ വലുതാണ് അവനവനിലേക്ക് ഒരു ഇഞ്ചിറങ്ങേണ്ടത് എന്ന് റിൽക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇത് ഖുർആൻ നമ്മളെ നിരന്തരമായി ഓർമ്മിപ്പിക്കുന്നു. കഥകൾ പറഞ്ഞ്, ഉപമകൾ പറഞ്ഞ്, ചരിത്രം പറഞ്ഞ് നമ്മളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളിലേക്കൊന്ന് തിരിഞ്ഞ് നിർത്തുന്നുണ്ട് വിശുദ്ധ ഖുർആൻ.
ശരി, പൗലോ കൊയ്ലോയുടെ വളരെ പ്രസിദ്ധമായൊരു നോവലിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു ഗുരുവിൻ്റെ അടുത്തേക്കൊരു ശിഷ്യൻ വരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ഗുരു അവന് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവനോട് പറഞ്ഞു, നീ ഈ നാട്ടിലെ അങ്ങാടിയൊക്കെ ഒന്ന് പോയിട്ട് കണ്ടുപോവാ, ടൗണൊക്കെ ഒന്ന് പോയിട്ട് കണ്ടുപോവാ. അപ്പോൾ പോകാൻ നിൽക്കുന്ന സമയത്ത് ഗുരു അവൻ്റെ കയ്യിൽ ഒരു സ്പൂണ് കൊടുത്തു. ആ സ്പൂണിൽ എണ്ണ നിറച്ചൊരു സ്പൂൺ അവൻ്റെ കൈ കൊടുത്തു. ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. ആ സ്പൂണിൽ നിറച്ച എണ്ണയുമായിട്ടാണ് ഇവന് ടൗണ് കാണാൻ പോകുന്നത്. അങ്ങനെ ടൗണൊക്കെ കണ്ട് അവൻ തിരിച്ചു വന്നു. ഗുരു ചോദിച്ചു, എങ്ങനെയുണ്ട്? നല്ല ടൗണാണ്, നല്ല കാഴ്ചകളാണ്. ശരി, നിന്റെ സ്പൂണിലെ എണ്ണ എവിടെ? അത് കാണാനില്ല. കാഴ്ചകൾ കാണുന്നതിനിടയിൽ അതെവിടെയോ തുളുമ്പിപ്പോയിരിക്കണം. പിറ്റേ ദിവസവും അവന് ചാൻസ് കൊടുത്തു ഇതുപോലെ തന്നെ. അവൻ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്ന് ഗുരു ചോദിച്ചു, എങ്ങനെയുണ്ട്? എണ്ണ പോയിട്ടില്ലേ? എണ്ണ അവൻ്റെ കയ്യിൽ തന്നെയുണ്ട്, ഒരു തുള്ളി പോലും തെറിച്ചു പോയിട്ടില്ല. പക്ഷേ അവൻ കാഴ്ചകളൊന്നും കണ്ടില്ല. കാഴ്ചകൾ കണ്ടപ്പോൾ എണ്ണ ശ്രദ്ധിക്കാൻ അവന് പറ്റിയില്ല. എണ്ണ ശ്രദ്ധിച്ചപ്പോഴോ കാഴ്ചകൾ കാണാനും അവന് പറ്റിയില്ല. അപ്പൊ ഗുരു അവന് ഏറ്റവും വലിയൊരു ജീവിത പാഠം പറഞ്ഞു കൊടുത്തു. നീ എവിടെ വേണമെങ്കിലും പോയിക്കോ, എന്ത് വേണമെങ്കിലും കണ്ടോ, പക്ഷെ ഉള്ളിലൊരു എണ്ണയുണ്ട്, അത് കളയാതെ സൂക്ഷിക്കണം. ഉള്ളിലൊരു ഇന്ധനമുണ്ട്, ആ ഇന്ധനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇല്ലേ, ഒരു ഇന്ധനമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ധനമുണ്ട്. തിമിംഗലം എന്ന് പറഞ്ഞാൽ ലോകത്ത് വലിയൊരു ജീവിയാണ്. പക്ഷെ ആ തിമിംഗലത്തിന് ജീവനില്ലെങ്കിലോ? ജീവനില്ലാത്തൊരു തിമിംഗലത്തെ നിങ്ങൾ വലിയൊരു ഒഴുക്കിലേക്ക് വലിച്ചെറിഞ്ഞു നോക്കൂ, ആ ഒഴുക്കിന്റെ കൂടെ അതെങ്ങനെ ഒഴുകും? കാരണം അതിന് ജീവനില്ല. എന്നൊരു ചെറിയ പരൽമീന്, ആ പരൽമീനിന് ജീവനുണ്ടെങ്കിൽ അതിനെ ഒഴുക്കിലേക്ക് വലിച്ചെറിഞ്ഞു നോക്കൂ, അത് കഴിയുന്ന വിധത്തിലൊക്കെ തിരിച്ചൊഴുകും. തിരിച്ചൊഴുകണമെങ്കിൽ ജീവൻ വേണം. കൂടെ ഒഴുകാൻ ഏത് ശവത്തെ കൊണ്ടും കഴിയും. എന്നാൽ ഒന്ന് തിരിച്ചൊഴുകണമെന്നുണ്ടെങ്കിൽ ഉള്ളിലൊരു ജീവൻ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാലത്തിന്റെ ഒരു ഒഴുക്കിൽ അതിന്റെ കൂടെ എങ്ങനെ ഒഴുകാൻ? പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യണ്ട, അവിടെ എങ്ങനെ നിന്നെടുത്താൽ മതി. പക്ഷെ ഒന്ന് തിരിച്ചൊഴുകണമെന്നുണ്ടെങ്കിൽ, മറ്റൊരു ജീവിതവും സാധ്യമാണ് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കണമെങ്കിൽ തീർച്ചയായും ഉള്ളിൽ ആ ഇന്ധനം ആവശ്യമുണ്ട്. ആ ഇന്ധനമാണ് ഖുർആൻ 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലെ ആ സമൂഹത്തിന് പകർന്നു കൊടുത്തത്. ആ എണ്ണയാണ്. അവർക്കതില്ലായിരുന്നു. അവർക്ക് അള്ളാഹുവിനെ അറിയായിരുന്നു, പക്ഷെ അവരെ സ്വാധീനിക്കുന്ന അറിവായത് മാറിയിട്ടുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയുടെ പേര് പോലും അള്ളാഹുവിന്റെ അടിമ എന്നാണ്. അപ്പൊ അവർക്ക് അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രശ്നം എന്തായിരുന്നു? അവരെ സ്വാധീനിക്കുന്ന അറിവായി അത് മാറിയിരുന്നില്ല. സ്വാധീനിക്കുന്ന അറിവിന്റെ പേരാണ് ഈമാൻ. അതും അറിവാണ്, പക്ഷെ അത് സ്വാധീനിക്കുന്ന അറിവാണ്. അള്ളാഹു എല്ലാം കാണുന്നവനാണ്, ഇതൊരറിവാണ്. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല. എന്നാൽ അള്ളാഹു കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരാളൊരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ, ഒരാളൊരു കാര്യം പറയാതിരിക്കുമ്പോൾ, ഒരാളൊരു കാര്യത്തിലേക്ക് ഇടപെടാതിരിക്കുമ്പോൾ അതിൻ്റെ പേരെന്തായി? ഈമാനായി. സ്വാധീനിക്കുന്ന അറിവിൻ്റെ പേരാണ് ഈമാൻ. ആ സ്വാധീനിക്കുന്ന അറിവാണ് വിശുദ്ധ ഖുർആൻ അവർക്ക് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം സൂറത്ത് നൂഹിലുണ്ട്. അമാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. എന്താണ് നിങ്ങൾ അള്ളാഹുവിനൊരു വഖാറത്ത് കൊടുക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കാത്തത് എന്നല്ല ചോദ്യം. വഖാറത്ത് എന്ന പദമാണ് ഏറ്റവും ശ്രദ്ധയൂന്നേണ്ട ഒരു പദമാണ് എന്ന് തോന്നുന്നു. വഖാറത്ത് അതെന്താണ്? അതൊരു ഉൾഭയമാണ്, ആഴത്തിലുള്ള സ്വാധീനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ വിശദീകരിച്ചപ്പോഴും അതാ പറഞ്ഞ്, മാ വഖറ ഫിൽ ഖൽബ്. അത് ഉള്ളിലുണ്ടാകുന്നൊരു വഖാറത്താണ് എന്ന് പറഞ്ഞു. എൻ്റെ ഉപ്പ എന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം, എൻ്റെ അധ്യാപകൻ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം, ആ അധ്യാപകന്റെ കൺമുന്നിൽ വെച്ചിട്ട് ഞാൻ ചെയ്യൂല. അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉമ്മ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, ഉമ്മാന്റെ മുന്നിൽ വെച്ച് ഞാൻ ചെയ്യൂല. ഉപ്പാന്റെ മുന്നിൽ വെച്ച് ഇല്ല. എന്തുകൊണ്ടാ? അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് വഖാറത്ത്. എന്നാൽ എന്നോട് എൻ്റെ പടച്ചോൻ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ചെയ്യുന്നത് അവന്റെ കൺമുന്നിൽ വെച്ചിട്ടാണല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് പേടിയില്ല? ആ പേടി എന്നാണോ ഉണ്ടാവുന്നത്
അന്നാണ് വഖാറത്തായിട്ടത് മാറുന്നത്. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ, ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ യഥാർത്ഥത്തിൽ ആ പടച്ചോന്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്താ എനിക്കൊരു മടിയില്ലാത്തത്? എന്നിട്ട് എന്താണ് എനിക്ക് യാതൊരു ഉത്ഭയവും തോന്നാത്തത്? അവൻ കാണുന്നുണ്ടല്ലോ എന്നൊരു ലജ്ജ പോലും ഇല്ലാതെ എത്ര നിസ്സാരമായിട്ടാണ് ഞാൻ ആ തിന്മയെ കാണുന്നത്. പ്രശ്നം എന്താണ്? അറിവില്ലാഞ്ഞിട്ടാണോ? അള്ളെല്ലാം കാണും എന്ന അറിവില്ലാഞ്ഞിട്ടാണോ? ആ അറിവുണ്ടല്ലോ. ഇല്ലാത്തത് എന്താണ്? ഇല്ലാത്തത് വഖാറത്താണ്. ആ വഖാറത്തിലേക്കാണ് ഖുർആൻ അവരെ കൊണ്ടുവന്നത്. അപ്പോൾ അവർ മാറി. ഒരു സമൂഹം മാറി, ഒരു നാട് മാറി. ലോക ചരിത്ര സംഗ്രഹം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. H.G. വെൽസ് എഴുതിയ പുസ്തകമാണ്. H.G. വെൽസ് ഈശ്വരവിശ്വാസി പോലുമല്ല. ഞാൻ ദൈവവിശ്വാസി അല്ലെങ്കിലും എൻ്റെ പാൽക്കാരൻ ദൈവവിശ്വാസിയാകണതാണ് എനിക്കിഷ്ടം, അവൻ എന്നെ പറ്റിക്കൂല എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ദൈവവിശ്വാസത്തിനെതിരെ എത്രയോ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ലോക ചരിത്ര സംഗ്രഹം. ആ ലോക ചരിത്ര സംഗ്രഹം എന്ന പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ ശ്രീ C. അച്യുതമേനോനാണ്. ഈ രണ്ടാളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് നല്ലത് പറയേണ്ട യാതൊരു ബാധ്യതയില്ല. എന്നാൽ നിങ്ങൾ ആ പുസ്തകം എടുത്ത് മറിച്ചു നോക്കൂ. ആ പുസ്തകത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. ഒരു ഗ്രന്ഥം കൊണ്ട്, ആ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കൊണ്ട് ഒരു സമൂഹം മാറുന്നു, അവരുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു, അവരുടെ ജീവിത വീക്ഷണം മാറുന്നു എന്ന്. ആ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. എവിടെയാണ് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത്? എത്ര നമ്മളെ തിരുത്താൻ ആ ഗ്രന്ഥത്തിന് കഴിയുന്നുണ്ട്? എത്ര നമ്മളെ നിർഭയരാക്കി മാറ്റാൻ ആ ഗ്രന്ഥത്തിന് കഴിയുന്നുണ്ട്? ഇതാണ് ചോദ്യം. നമ്മുടെ കയ്യിൽ നല്ല പായസത്തിന്റെ ഒരു റെസിപ്പി ഉണ്ടെന്ന് വിചാരിക്കുക. നല്ല മധുരമുള്ള പായസത്തിന്റെ ഒരു റെസിപ്പി ഉണ്ട്. എങ്ങനെ ഉണ്ടാക്കണം എന്ന് വിശദീകരിക്കുന്ന ഒരു രേഖയുണ്ട്. ദിവസവും രാവിലെ ഒരാളത് എടുത്ത് വായിക്കുന്നു. എന്താണ് കാര്യം? ഒരു കാര്യമില്ല. അയാൾ അതിനനുസരിച്ച് ഒരു പായസം ഉണ്ടാക്കുന്നു. ആദ്യത്തിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ ഉണ്ടാക്കുന്നു. കുറെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആ റെസിപ്പി പോലും ആവശ്യമില്ല. അയാൾക്കത് കൃത്യമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പലപ്പോഴും നമ്മൾ ഈ റെസിപ്പി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അരീക്കോട് പോലുള്ള സ്ഥലത്ത് വെച്ചത് പറയേണ്ട കാര്യമില്ല. ഖുർആനിനെ ആഴത്തിൽ ഉൾക്കൊള്ളുകയും ഖുർആനിന്റെ സ്വാധീനം പ്രകടമാവുകയും ചെയ്തൊരു നാടാണ്. പക്ഷേ ലോകത്ത് അധികം ആളുകളും വിശുദ്ധ ഖുർആനിനെ വായിക്കുന്നത് ഈ റെസിപ്പി വായിക്കുന്നത് പോലെയാണ്. എവിടെയാണ് സ്വാധീനിക്കുന്നത്? നമ്മുടെ ചിന്തകളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ പേടികളെ, നമ്മുടെ നിരാശകളെ അത് മാറ്റുന്നുണ്ടോ? കണ്ണൂരിനടുത്ത് കൂത്തുപറമ്പിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവമുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ അടുത്ത് ഉമ്മയുടെ അമ്മാവൻ വരുന്നു. കുറെ പ്രായമുള്ള ഒരാളാണ്, 80ഓളം വയസ്സ് പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം വന്നിട്ട് ഉമ്മയ്ക്ക് ഒരു സ്വർണ്ണമാല കൊടുക്കണം. ഉമ്മ പറഞ്ഞു, എനിക്ക് മാലയൊന്നും വേണ്ട അക്കാക്ക, എൻ്റെ കുട്ടികളെന്നെ വാങ്ങിത്തരൂല്ലേ? അപ്പൊ അക്കാക്ക പറയണേ, ഇത് നിന്റെ മാലയാണ്. എൻ്റെ മാലയോ? നീ ചെറിയ കുട്ടിയുടെ സമയത്ത് നിന്റെ ഒരു മാല നഷ്ടപ്പെട്ടിരുന്നില്ലേ? ആ മാലയാണ്. വലിയ തറവാടാണല്ലോ, കൂട്ടുകുടുംബങ്ങളാണല്ലോ അവിടെ. അപ്പൊ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് 40-45 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പെൺകുട്ടിയുടെ സ്വർണ്ണമാല നഷ്ടപ്പെട്ടു. പല ആളുകളെയും സംശയിച്ചിരുന്നു, വീട്ടിലേക്ക് വരുന്നവരെ, അയൽവാസികളെ ഒക്കെ. പക്ഷെ ഒരിക്കലും സംശയിക്കപ്പെടാതിരുന്ന ഒരാളവിടെ ഉണ്ട്, അത് ആ അമ്മാവനാണ്. പക്ഷെ ആ അമ്മാവൻ 45 കൊല്ലങ്ങൾക്ക് ശേഷം ആ മാല തിരിച്ചു കൊടുത്തിട്ട് ആ മരോളോട് മോളോട് പറയാണ്, ഇത് നീ ആരോടെങ്കിലും പറഞ്ഞിട്ട് എന്നെ വഷളാക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇപ്പം അടുത്താണ് ഖുർആൻ എന്ന് പഠിക്കാൻ തുടങ്ങിയത്. ഒരായത്ത് വായിച്ചു ഞാൻ, യൗമ തുബില സറായി. പഠിച്ചിട്ട് കുറെ ദിവസമായി, പക്ഷെ എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. അന്ന് തുടങ്ങിയ കുത്താണ് എൻ്റെ ഉള്ളിൽ. യൗമ തുബില സറായി, എല്ലാ രഹസ്യങ്ങളും നുരുമ്പിപ്പോകുന്നൊരു ദിവസം. വല്ലാത്തൊരു പ്രയോഗമാണത്. യൗമ തുബില സറായി, എല്ലാ രഹസ്യങ്ങളും നുരുമ്പിപ്പോകുന്ന ഒരു ദിവസം. മഞ്ചേരിയിലെ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവമാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു, എന്നിട്ട് ചോദിച്ചു, ഇത് ഇന്നാളുടെ വീടല്ലേ? അതെ. ഒരു 2 കൊല്ലത്തിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ വല്ല കല്യാണോ സൽക്കാരം എന്തെങ്കിലും നടന്നിരുന്നോ? എൻ്റെ അനുജന്റെ വിവാഹവും സൽക്കാരങ്ങളൊക്കെ നടന്നിരുന്നു. അന്ന് നിങ്ങൾ ചിക്കൻ വാങ്ങിയിരുന്നത് മലപ്പുറം റോട്ടിലെ എൻ്റെ കടയിൽ നിന്നായിരുന്നില്ലേ? അതെ.
ആ കടയുടെ ഉടമസ്ഥനാണ് ഞാൻ. എൻ്റെതാണ് ആ കട. ഈ അടുത്താണ് ഞങ്ങളുടെ തുലാസ് ഞങ്ങളൊരു പരിശോധനയ്ക്ക് വേണ്ടി കൊടുത്തത്. അപ്പോഴാണ് മനസ്സിലായത് 150ഓളം ഗ്രാം കുറവായിട്ടാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു സംഖ്യ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, അത് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് ഒരു നോട്ടുകെട്ട് അവിടെ വെച്ചിട്ട് അത് എണ്ണി നോക്കുന്നത് വരെ മാത്രം നിന്ന് ഒരു സൽക്കാരം പോലും സ്വീകരിക്കാതെ ആ മനുഷ്യൻ തിരിച്ചുപോയി. പിന്നെ നമ്മുടെ ഈ സുഹൃത്ത് ഒരു യാത്രയിൽ വെച്ചിട്ട്, ഞങ്ങളെല്ലാവരും ഉള്ളൊരു യാത്ര വെച്ചിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലുള്ള ആൾ പറഞ്ഞു, അദ്ദേഹത്തെ എനിക്കറിയാം, എൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന ഒരാളാണ് അദ്ദേഹം, ഈ പറഞ്ഞത് ശരിയെന്ന്. അദ്ദേഹത്തിന് അറിയുന്ന, അവിടുന്ന് ചിക്കൻ വാങ്ങാൻ സാധ്യത ഉണ്ട് എന്നറിയുന്ന എല്ലാ ആളുകൾക്കും അദ്ദേഹം ഇത് അന്വേഷിച്ച് പൈസ കൊണ്ടുപോയി കൊടുത്തു. ഉടനെയാണ് ആ മനുഷ്യൻ മരിച്ചു പോയത്. ഇത്രയുമാണ്. ഇനി എന്തിനേറെ പറയണം? ഇതിന്റെ പേരല്ലേ വക്കാറത്ത് എന്നൊക്കെ പറയുന്നത്. ഇത് ഉള്ളിന്റെ ഉള്ളിലേക്കുള്ള പ്രവേശനമാണ്, അവനവന്റെ ഉള്ളിലേക്കുള്ളൊരു പ്രവേശനമാണ്. തിരൂരിലെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ അനുഭവം അരീക്കോട്ടൊരു വേദിയിൽ വെച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത്രയും മനസ്സ് നിറഞ്ഞാണ് അത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു പോകുന്നു. മിടുക്കനായൊരു വിദ്യാർത്ഥിയാണ് അബ്ദുൽ വഹാബ്. റാങ്ക് വരെ മേടിച്ചിട്ടുണ്ടവൻ. ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ സജീവമാണ്. നല്ലൊരു ഫുട്ബോളറുമാണ്. രാവിലെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയതാ. വൈകുന്നേരം അവന്റെ മൃതദേഹമാണ് ആംബുലൻസിൽ വരുന്നത്. ഗ്രൗണ്ടിൽ വെച്ചിട്ട് വേറൊരു കളിക്കാരനുമായിട്ട് തല കൂട്ടിയിടിച്ചിട്ട് അവൻ മരിച്ചു പോകുന്നു. മകന്റെ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ആ കുടുംബത്തിന്റെ മനോവ്യഥ, അതിന്റെ ആഴം എത്ര വലുതാണ് എന്ന് നമുക്ക് പറഞ്ഞാൽ തീരുമില്ല. അദ്ദേഹം പറയാണ്, കുറെ ആളുകൾ എൻ്റെ അടുത്തേക്ക് വരുന്നു, കുട്ടിയെ കാണുന്നു, മുഖം കാണുന്നു, ഞാൻ കാണിച്ചു കൊടുക്കണു, എല്ലാവരും എന്നോട് സാരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് വേറൊരു സൗണ്ട് മാത്രമാണ്, സാരില്ല എന്നുള്ള പറച്ചില്. കുറെ സമയം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് കൂടിയായ NV അങ്ങോട്ട് വരുന്നു. NV അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് സാരില്ല എന്നൊന്നുമല്ല പറഞ്ഞത്. കാരണം സാരില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സാരുണ്ടല്ലോ. NV ആകെ അദ്ദേഹത്തോട് ചോദിച്ചത്, ഇവിടെ ഖുർആൻ പരിഭാഷ ഉണ്ടോ എന്നാണ്. ഉണ്ട്, അതെടുത്തുകൊണ്ട് വരുന്നു. NV അദ്ദേഹത്തോട് സൂറത്തുൽ ഹദീദ് മറിക്കാൻ പറയണു. 57-ാം അധ്യായം. അദ്ദേഹം നിറഞ്ഞ കണ്ണുകളോടുകൂടി സൂറത്തുൽ ഹദീദ് മറിച്ചെടുക്കുന്നു. NV അതിൽ നിന്ന് വായിക്കാൻ പറയണു. 22, 23 ആയത്തുകൾ. അദ്ദേഹം ആ ആയത്ത് വായിക്കണം. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലകൈ ലാ തയസൂ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ അതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അർത്ഥം വായിക്കാൻ പറയണം. അദ്ദേഹം അർത്ഥം വായിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലോ ഈ ഭൂമിയിൽ തന്നെയോ അള്ളാഹിന്റെ തീരുമാനങ്ങളല്ലാതെ മറ്റൊന്നും സംഭവിക്കണില്ല. അള്ളാഹുവിന് അതൊക്കെ എളുപ്പമാണ്. ഇതാണ് ഒന്നാമത്തെ ആയത്ത്. അതെന്തിനാ നമ്മളോട് പറയുന്നത്? നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. ഇത് നമ്മളോട് എന്തിനാ പറയുന്നത്? അതാണ് അടുത്ത ആയത്ത്. ലികൈലാ തഹ്സൗ അലാ മാ ഫാതകും. നിങ്ങൾക്ക് ചിലതൊക്കെ നഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും ചിലതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുമ്പോഴേ നിങ്ങൾ കരയാതിരിക്കാനാണ്. വലാ തഫ്റഹു ബിമാ ആതാകും. നിങ്ങൾക്ക് ചിലതൊക്കെ കിട്ടും. നഷ്ടങ്ങൾ മാത്രമല്ല, നേട്ടങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾ അതിരുവിട്ട് ആനന്ദിക്കാതിരിക്കാനോ? അങ്ങനെ അതിരുവിട്ട് അഹങ്കരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. ചിലതൊന്നും കിട്ടില്ല എന്നും ചിലതൊന്നും കിട്ടാതിരിക്കില്ല എന്നും മനസ്സിലാക്കൂ. ഇതാണ് ആയത്തിന്റെ സാരം. ആ ഉപ്പ നമ്മളോട് പറയാണ്. ഒരുപാട് ആളുകൾ എന്നോട് വന്നിട്ട് സാരല്ല എന്ന് പറഞ്ഞു. അവർ പറയണ ഞാൻ കാണുന്നുണ്ട്, അവരെന്റെ മുന്നിലുണ്ട്. പക്ഷെ എനിക്ക് അതുകൊണ്ടൊരു സമാധാനം കിട്ടില്ല. എന്നാൽ ഞാൻ കാണാത്ത ഒരാൾ എന്നോട് പറയണേ സാരില്ല, ഞാനവനെ കാണുന്നില്ല, പക്ഷെ ഇന്നും എൻ്റെ ആശ്വാസം അതാണ്. ഞാൻ സ്നേഹിക്കണേക്കാൾ എൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്തേക്കാണോ പോയത്. 10-15ഓളം കൊല്ലമായി ഞങ്ങളെ അവൻ വിട്ടുപോയിട്ട്.
പക്ഷേ ഇപ്പോഴും ആ വാക്ക് തന്നെയാണ് ആശ്രയം. കണ്ണുകൾ കൊണ്ട് കാണാത്ത ഒരു പടച്ചവനെ കുറിച്ചുള്ള വിശ്വാസം കൊണ്ട്, കണ്ണുകൾ കൊണ്ട് കാണുന്നവയെക്കുറിച്ചുള്ള പേടി പോലും ഇല്ലാതാകുന്ന അത്യത്ഭുതകരമായ ഈ പ്രതിഭാസം തന്നെയാണ് സത്യവിശ്വാസം. ഒരേ സമയം നമ്മളെ നിർഭയരാക്കുകയും അതേസമയം നമ്മളെ വിശുദ്ധരാക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ്. നമ്മുടെ ശീലങ്ങളിൽ ഇടപെടുന്നു, നമ്മുടെ കർമ്മങ്ങളിൽ ഇടപെടുന്നു, നമ്മുടെ വിചാരങ്ങളിൽ ഇടപെടുന്നു, നമ്മുടെ മനസ്സിൽ ഇടപെടുന്നു.